ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം എങ്ങനെയാണ് ഈ കേരളത്തിലെ ജനങ്ങൾ പൊതുവെ പൊണ്ണത്തടിയിലേക്ക് മാറുന്നത്. കേരളത്തിൽ ഏകദേശം കണക്ക് പ്രകാരം ഒരു 60% ജനങ്ങളും പൊണ്ണത്തടിയിലേക്ക് ഘട്ടം ഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുരുഷന്മാരും സ്ത്രീകളും അത് രണ്ട് വിഭാഗം അത് മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ എന്തുകൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നത് എന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠനം നടത്താൻ പോകുന്നത്. നമ്മളെ ഭക്ഷണ രീതിയെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ മലയാളിയുടെ പ്രധാന ഒരു ഭക്ഷണ രീതി എന്നാൽ ഭക്ഷണ വിഭവം എന്നാൽ അരി ഉൽപ്പന്നങ്ങളാണ്. കാരണം നമ്മൾ അതുപോലെ തന്നെ നമ്മളെ ഭക്ഷണത്തിന്റെ സമയം കൂടുതലാണ്. കാരണം ഒരു ദിവസം 4-5 നേരം ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് കൂടുതൽ. ഇപ്പോൾ രാവിലെ 10 മണിക്ക് രാവിലെ കഴിക്കുന്ന ആളുകളുണ്ട്, 10 മണിക്ക് കഴിക്കുന്ന ആളുകളുണ്ട്, വീണ്ടും ഉച്ചക്ക് കഴിക്കുക, പിന്നെ 4 മണിക്ക് സ്നാക്സ് കഴിക്കുന്ന ആളുകളുണ്ട്, രാത്രിയിൽ അരി ഭക്ഷണം വീണ്ടും കഴിക്കുന്ന ആളുകളുണ്ട്. ഈ അരി ഭക്ഷണത്തിന് ഉപയോഗം നമ്മൾ വല്ലാതെ കൂടുതലാണ്. പിന്നെ ധാന്യങ്ങൾ, അരി, അതുപോലെ തന്നെ ഗോതമ്പ്, ഇത് രണ്ടിൻ്റെ കണ്ടന്റ് പൊതുവെ കാർബോഹൈഡ്രേറ്റ്. ഈ കാർബോഹൈഡ്രേറ്റിന്റെ ഉപയോഗം കൂടിയാൽ നമ്മൾ പൊണ്ണത്തടിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് തുടർന്ന ക്ലാസ്സിൽ കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ മലയാളി പൊണ്ണത്തടിയിലേക്ക് വരാനുള്ള പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് അരി ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. അതൊന്ന് നിയന്ത്രിച്ച് കഴിക്കേണ്ടത് നമ്മൾ ഉണ്ട്. മറ്റൊരു കാരണമായിട്ട് കാണുന്നത് നമ്മൾ ഈ കായികാധ്വാനം, അതായത് ശരീരം ഇളകിക്കൊണ്ടുള്ള ജോലി വല്ലാതെ മലയാളി ചെയ്യുന്നില്ല. പൊതുവെ മടിയന്മാരെ നമ്മളെ മലയാളികൾ പൊതുവെ എനിക്ക് തോന്നുന്നത് ജനസംഖ്യയുടെ വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമേ ഈ കായികാധ്വാനത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് ജോലി ചെയ്യണം, എന്നാൽ ശരീരം ഇളകിക്കൊണ്ട് കൂടുതലായിട്ട് നമ്മൾ ജോലി ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ വൈറ്റ് കോളർ ജോബാണ് പൊതുവെ മലയാളി ഇഷ്ടപ്പെടുന്നത്. അല്ല, ശരീരത്തിൽ വയർപ്പ് പൊട്ടിക്കുന്ന രീതിയിലുള്ള ജോലി ചെയ്യാൻ മലയാളി പൊതുവെ മടിയാണ്. ഈ കാരണം നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പൊണ്ണത്തടിയിലേക്ക് മാറും. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ പോലും നമ്മളെ സാമൂഹ്യ സാംസ്കാരിക രീതിയിൽ സ്ത്രീകൾ വീട്ടിലടങ്ങിയിരിക്കുകയാണ്. വീടിന്റെ പരിചരണമാണ് ഏത് മതസ്ഥരാണെങ്കിലും കേരളത്തിൽ കാണുന്നത്. ഇപ്പൊ ഈ കായികാധ്വാനത്തിന്റെ പോരായ്മ കാരണം നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പൊണ്ണത്തടിയിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. പിന്നെ കേരളത്തിൽ കാണുന്ന ഒരു പൊതുവെ സംവിധാനം, കേരളത്തിലെ ഒരു 60% കൂടുതൽ സ്ത്രീകളും പ്രസവാനന്തരം പൊണ്ണത്തടിയിലേക്ക് മാറുന്നുണ്ട്. ഇതിനുള്ള പ്രധാന കാരണമായിട്ട് കാണുന്നത് നമ്മുടെ ഈ പ്രസവാനന്തര ഭക്ഷണ രീതികൾ, അശാസ്ത്രീയമായിട്ടുള്ള ഭക്ഷണ രീതികൾ. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഏത് മതവിഭാഗമാണെങ്കിലും ശരി, കേരളത്തിൽ സ്ത്രീകളുടെ പ്രസവത്തോട് അനുബന്ധിച്ച് വലിയ ചടങ്ങുകൾ ഉണ്ടാക്കുന്നു, ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ പൊതുവെ മെലിഞ്ഞ് നല്ല സ്ലിമ്മായിട്ട് പൊതുവെ മെലിഞ്ഞ് നല്ല സ്ലിമ്മായിട്ടുള്ള സ്ത്രീകൾ പോലും ഈ പ്രസവാനന്തരം പ്രസവിച്ച് കിടക്കുന്ന ഒരു 1-2-3 മാസങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് പൊണ്ണത്തടിയിലേക്ക് മാറുന്നുണ്ട്. ആ ഭക്ഷണ രീതിയിൽ പല ലേഹങ്ങളായിട്ട്, അതുപോലെ തന്നെ പല ഈ അരിഷ്ടങ്ങളായിട്ട്, മരുന്നുകളായിട്ട് ഇവരെ ഈ 2-3 മാസം പ്രസവാനന്തര ഭക്ഷണ രീതിയിൽ ഇവരെ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കുക. ഈ സ്ലിം ആയിട്ടുള്ള മിക്ക സ്ത്രീകളും 2-3 മാസം കൊണ്ട് പ്രത്യേകിച്ച് പെട്ടെന്ന് പൊണ്ണത്തടിയിലേക്ക് മാറുകയാണ്. ഇങ്ങനെ ഒരു പ്രസവം കഴിഞ്ഞ്, 2 പ്രസവം കഴിഞ്ഞ്, 3 പ്രസവം കഴിഞ്ഞ് ഈ 2-3 പ്രസവത്തിന് ശേഷം മിക്ക സ്ത്രീകളും എന്ത് ചെയ്യുക, പൊണ്ണത്തടിയിലേക്ക് മാറുകയാണ്. അവരെന്ത് ചെയ്യുക, അവരുടെ ബോഡി ഷേപ്പൊക്കെ നഷ്ടപ്പെട്ടിട്ട് കൊടവയറൊക്കെ ചാടി എന്ത് ചെയ്യുക, അവർക്ക് വേണ്ട വെയിറ്റിനേക്കാളും 10-20-30 കിലോ കൂടി ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പൊണ്ണത്തടിയിലേക്ക് മാറുകയാണ്. ഈ സംവിധാനം നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ മാറ്റേണ്ടതുണ്ട്. അതായത് പ്രസവം സകല ജീവജാലങ്ങൾക്കും ആവശ്യമാണ്, പക്ഷെ റെസ്റ്റും ആവശ്യമാണ്. പക്ഷേ ഈ ഭക്ഷണ രീതികൾ, അശാസ്ത്രീയമായ ഈ ഭക്ഷണ രീതികളെ കുറിച്ച് സ്ത്രീകളൊന്നും മാറി ചിന്തിക്കേണ്ടതുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഗർഭിണി ആകുന്നതിന് മുമ്പ് കഴിച്ച അതേ ഭക്ഷണം തന്നെ കഴിച്ചാൽ മതിയാവും. എന്തായാലും കുട്ടിക്ക് പാൽ കൊടുക്കണമെങ്കിൽ കുറച്ച് ഭക്ഷണം കൂട്ടി കൊടുക്കുക അല്ലാതെ അശാസ്ത്രീയമായിട്ടുള്ള ലേഹ്യങ്ങൾ, അതുപോലെ തന്നെ അരിഷ്ടങ്ങൾ, അങ്ങനെ ഒരുപാട് മരുന്നുകളൊന്നും കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം കാരണം ലോകത്തിലെ പല രാജ്യങ്ങളും രീതി നോക്കി, ഇപ്പൊ അറബുകളെ രീതി നോക്കിക്കഴിഞ്ഞാൽ, അറബി സ്ത്രീകളാണെങ്കിൽ പ്രസവാനന്തരം 2-3 ദിവസം കഴിഞ്ഞാൽ ശരാശരിയുള്ള ജീവിതത്തിലേക്ക് മാറുന്നുണ്ട്. അവർ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്, അവരവരുടെ ജോലിയിലേക്ക് അവർ ഘട്ടം ഘട്ടമായിട്ട് അവർ മാറുന്നുണ്ട്. ഇങ്ങനെ എന്ത് ചെയ്യുക, ഇതൊരു വലിയ ചടങ്ങാക്കിയിട്ട് ഇത് റെസ്റ്റ് സത്യത്തിൽ ആവശ്യമാണ്. 1-2 മാസം റെസ്റ്റ് ആവശ്യമാണ്. പക്ഷേ ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ഭക്ഷണ രീതികളൊന്നും നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ പുത്തൻ തലമുറയിലെ പെൺകുട്ടികൾ ഇത് നിരീക്ഷിക്കുന്നുണ്ട്, അവർ തിരിച്ചറിയുന്നുണ്ട്. അവരെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഇതിൻ്റെ ഒരു നിഗമനത്തിൽ നെക്സ്റ്റ് ജനറേഷനെങ്കിലും ഇത്തരം അശാസ്ത്രീയമായിട്ടുള്ള ഭക്ഷണ രീതിയിൽ നിന്ന് മാറാൻ സാധ്യത കൂടുതലാണ്.
പിന്നെ നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള എണ്ണയുടെ ഉൽപ്പന്നങ്ങൾ കൂടുതലാണ്. എണ്ണയുടെ ഉപയോഗം നമ്മൾ വല്ലാതെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയായിട്ടും പാം ഓയിലായിട്ടും അതുപോലെ തന്നെ പലതരം ഈ ഓയിൽ, അതുപോലെ തന്നെ ഈ സൺഫ്ലവർ ഓയിലൊക്കെ നമ്മൾ വല്ലാതെ ഉപയോഗിക്കുന്നത്. ഈ എണ്ണയിൽ പൊരിച്ച ഉൽപ്പന്നങ്ങൾ അത് വല്ലാതെ അപകടം ഉണ്ടാകുന്നത്. ഇത് കൊഴുപ്പാണ്, അതിൽ കൊഴുപ്പ്. ഇപ്പോൾ മീൻ കുഴപ്പമില്ല, മീനല്ലെ ചിക്കനൊക്കെ നല്ല ഫുഡാണ്, നല്ല പ്രോട്ടീൻ അടങ്ങിയ ഫുഡാണ്. എന്നാൽ എണ്ണയിൽ പൊരിച്ച മീൻ അല്ലെങ്കിൽ പൊരിച്ച ചിക്കൻ അത് നമ്മൾ ഇത് എണ്ണയിൽ വറുത്തെടുത്ത ഉൽപ്പന്നങ്ങൾ നമ്മൾ വല്ലാതെ മലയാളികൾ കഴിക്കുന്നുണ്ട്. അത് നമ്മളെ വല്ലാതെ പൊണത്തടിയിലേക്ക് മാറുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ പപ്പടമൊക്കെ കേരളീയൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഈ പപ്പടം ശരിക്കും എണ്ണയിൽ വറുത്തെടുത്താണ്. ഓരോ സമയം നമ്മുടെ ശരീരത്തിലേക്ക് എണ്ണയിൽ ഉൽപ്പന്നങ്ങൾ കയറുന്നുണ്ട്. ഇതും ഘട്ടം ഘട്ടമായി മലയാളിയെ പൊണത്തടിയിലേക്ക് മാറ്റുന്നുണ്ട്. ഈ എണ്ണ സംസ്കാരം നമ്മൾ കുറച്ച് ഒഴിവാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ആധുനിക കാലത്ത് വീണ്ടും എണ്ണ സംസ്കാരം കൂടുതൽ. റോഡ് സൈഡുകളിലൊക്കെ 4 മണിക്ക് സ്നാക്സ് ആയിട്ട് പലതരത്തിൽ വിഭവങ്ങൾ പൊരിച്ചു വെച്ച ഒരുപാട് കടകളുണ്ട്. അത് നമ്മൾ വല്ലാതെ മലയാളി വലിച്ചു വാരി കഴിക്കുന്നുണ്ട്. ഇങ്ങനെ അശാസ്ത്രീയമായിട്ടുള്ള ഈ എണ്ണ ഉൽപ്പന്നത്തിൻ്റെ ഉപയോഗവും കേരളത്തിലെ ജനങ്ങളെ ഘട്ടം ഘട്ടമായി പൊണ്ണത്തടിയിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ഈ തടി കൂടാൻ പ്രധാന മറ്റൊരു കാരണം സ്ട്രെസ്സാണ്. അതായത് മാനസിക സംഘർഷം അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം അടങ്ങിയ ഒരു അവസ്ഥ നമ്മുടെ നാടുകളിലുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രവാസ ജീവിതമാകുമ്പോൾ മിക്ക ഹസ്ബൻഡുമാരും വിദേശത്തായിരിക്കാം, ഭാര്യമാരായിരിക്കും വീട്ടിലുണ്ടായിരിക്കാം. അവർ മക്കളെ നിയന്ത്രിക്കാൻ, വീടിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ അകൽച്ചയിൽ നിന്നൊരു മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഈ സമ്മർദ്ദം അനുഭവപ്പെടുക, അതുപോലെ തന്നെ സാമ്പത്തിക പ്രയാസം മൂലം ഒരുപാട് ആളുകൾ സമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ട്. കേരളത്തിലെ നല്ലൊരു ശതമാനം 60-70% ആളുകളും കടക്കാരാണ്. ഒരു പൊതുവെ പൊങ്ങച്ചം കാണിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ ജനവിഭാഗം തന്നെയാണ് എൻ്റെ നിഗമനത്തിലുള്ളത്. കാരണം മിക്ക ആളുകളും ഹൗസിംഗ് ലോണായിട്ടും വാഹന ലോണായിട്ടും പലതരത്തിൽ കടം പെരുകിക്കൊണ്ടുള്ള കുടുംബങ്ങൾ. പുറമോടി വല്ലാതെ എന്ത് ചെയ്യുക, കളർഫുൾ ആണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ പരിശോധിച്ച് മിക്ക ആളുകളും കടത്തിലാണ്. ഈ കടം കാരണം പല ആളുകളും മാനസിക സമ്മർദ്ദത്തിൽ അനുഭവപ്പെടുന്നു. ഇങ്ങനെ അതുപോലെ തന്നെ ഈ പല കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കം അല്ലെങ്കിൽ പല ദമ്പതികൾ തമ്മിലുള്ള തർക്കവും ഇത്തരം മാനസിക സംഘർഷങ്ങളും ഘട്ടം ഘട്ടമായി പൊണത്തടിയിലേക്ക് നൽകി. ഈ മാനസിക സംഘർഷം അനുഭവപ്പെടുന്ന ആളുകളിൽ പല ഹോർമോൺ വേരിയേഷൻ വരികയും അവർ കൂടുതൽ ഫുഡ് കഴിക്കാൻ ഇടയാവുകയും ഘട്ടം ഘട്ടമായി ഒരു പൊണ്ണത്തടിയിലേക്ക് മാറുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന ആളുകളെ ഒരു സന്തോഷമായ മൂഡിലേക്ക് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല നമ്മുടെ നാടുകളിൽ ഈ പാർക്കുകളും കാര്യങ്ങളും നമ്മുടെ നാടുകളിൽ വൈകുന്നേരം പോയി റിലാക്സ് ആയിട്ട് ഇരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് നടക്കാനോ ഉള്ള പാർക്കുകളൊന്നും നമ്മുടെ നാടുകളിൽ മാനസിക ഉല്ലാസത്തിന് വേണ്ട കൂടുതൽ സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടെത്തേണ്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാനസിക സമ്മർദ്ദം നമ്മൾ ബോധപൂർവ്വം നിയന്ത്രിക്കേണ്ടതുണ്ട്. മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടാൽ ഘട്ടം ഘട്ടമായി പൊണ്ണത്തടിയിലേക്ക് മാറുന്നുണ്ട്. ഒരുപാട് ജനങ്ങൾ അങ്ങനെ മാറിയ ജനങ്ങളും നമ്മുടെ നാടുകളിൽ ഉണ്ട്. പിന്നെ എക്സസൈസിനെ കാര്യത്തെക്കുറിച്ച് നമ്മളെ തലമുറ ഇതുവരെ ചർച്ച ചെയ്തിട്ടേ ഇല്ല. കാരണം ഈ എക്സസൈസ് എന്ന സംസ്കാരം നമ്മുടെ നാട്ടിൽ എത്തിപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ കൊറോണയ്ക്ക് ശേഷം ഈ സോഷ്യൽ മീഡിയ സജീവമായതിനു ശേഷം നമ്മൾ കുറച്ചെങ്കിലും എക്സസൈസിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയത്. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടത്. അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ പഠനത്തോടൊപ്പം സ്കൂളുകളിൽ തന്നെ കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അവർ എക്സസൈസ് അവർ ചെയ്യുന്നത് മാത്രമല്ല, അവർക്ക് എക്സസൈസ് ചെയ്യാനുള്ള പാർക്കുകൾ, നടക്കാനുള്ള വഴികൾ അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കാനുള്ള പ്രത്യേക ട്രാക്കുകളൊക്കെ ആ നാടുകളിൽ ആ രാജ്യം ഉറപ്പ് നൽകുന്നത്. അങ്ങനെ സംവിധാനങ്ങളും നമുക്ക് എക്സസൈസിനെ കുറിച്ച് അത്ര ചിന്തകളൊന്നുമില്ല. പക്ഷേ നമ്മളെ പുത്തൻ തലമുറ ഒരു എക്സസൈസ് ഒരു സംസ്കാരം ഘട്ടം ഘട്ടമായി മാറ്റിക്കൊണ്ടുവരുന്നുണ്ട്. എന്ത് ചെയ്താലും നമ്മൾ ഒരു ദിവസം അരമണിക്കൂറെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി എക്സസൈസിന് ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന നല്ല ഹെൽത്ത്, നല്ല എനർജറ്റിക് ആയിരിക്കും, സൂപ്പറായിട്ട് നമുക്ക് ഒരു എനർജറ്റിക് മൂഡിലേക്ക് നമുക്ക് മാറാൻ നമുക്ക് സാധിക്കും. അപ്പോൾ എക്സസൈസ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചര്യയാക്കി മാറ്റേണ്ടത് അത്യാവശ്യമാണ്. കേരളത്തിലെ ആളുകൾ പൊണ്ണത്തടിയിലേക്ക് വരാനുള്ള പ്രധാന കാരണം ഈ വൈകിയുള്ള ഭക്ഷണ രീതികളാണ്. സത്യത്തിൽ ശാസ്ത്രം പറയുന്നത് വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കണം എന്നാണ്. പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷെ നമ്മുടെ രീതികൾ അങ്ങനെയൊന്നുമല്ല. നമ്മൾ രാത്രി വൈകി 8 മണിക്ക് 9 മണിക്ക് രാത്രി ഹെവി ഫുഡ് കഴിക്കും. എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ കിടന്നുറങ്ങും ചെയ്യും. ഇത്തരം ഈ രാത്രി വൈകിയുള്ള ഹെവി ഫുഡുകൾ ഘട്ടം ഘട്ടമായിട്ട് പൊണ്ണത്തടിയിലേക്ക് മാറാനുള്ള പ്രധാന കാരണമാണ്. കേരളത്തിലെ ജനങ്ങളുടെ പൊണ്ണത്തടിയിലേക്ക് പ്രധാന കാരണം തന്നെ ഈ വൈകിയുള്ള ഈ ഹെവി ഫുഡിങ്, പ്രത്യേകിച്ച് അരി ഭക്ഷണം അടങ്ങിയിട്ടുള്ള ഹെവി ഫുഡിങ് ആണ്. അത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് രാത്രി ഭക്ഷണം ഘട്ടമായിട്ട് ജ്യൂസിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ വളരെ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ കഴിക്കുന്ന രീതിയിലേക്ക് മാറ്റുക. രാത്രിയിലെ അരി ഭക്ഷണത്തിൻ്റെ ഹെവി ആയിട്ടുള്ള അരി ഭക്ഷണം നിയന്ത്രിച്ചേ പറ്റൂ. എന്നാൽ മാത്രമേ നമ്മൾ പൊണ്ണത്തടി എന്നുള്ള സംവിധാനത്തിൽ നമ്മൾ മാറാൻ സാധ്യത ഉള്ളൂ.
പിന്നെ മറ്റു പ്രധാന ഒരു കാരണമാണ് പഞ്ചസാരയുടെ ഉപയോഗം. പഞ്ചസാര നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കാരണം രാവിലെ ഒരു ചായയിലേക്ക് 1-2 സ്പൂൺ പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്. ചിലർ 10 മണിക്ക് ചായ കുടിക്കുന്ന ആളുകളുണ്ട്, 4 മണിക്ക് ചായ കുടിക്കുന്ന ആളുകളുണ്ട്, വീട്ടിൽ രാത്രി പഞ്ചസാര ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഈ പഞ്ചസാരയുടെ കൂടെ തന്നെ നമ്മൾ കഴിക്കുന്ന മറ്റൊരു വസ്തുവാണ് ഈ ബേക്കറി ഉൽപ്പന്നങ്ങൾ. ബേക്കറി ഉൽപ്പന്നങ്ങൾ മധുരമാണ്. ഈ മധുരത്തിൻ്റെ ഉപയോഗം വല്ലാതെ മലയാളി കൂടുതൽ കഴിക്കുന്നുണ്ട്. അത് വല്ലാതെ നമ്മളെ ഘട്ടം ഘട്ടമായിട്ട് പൊണ്ണത്തടിയിലേക്ക് മാറ്റും. ഈ ഇരിക്കുന്ന ആളുകൾ, ഈ കേൾക്കുന്ന ആളുകൾ, നിങ്ങൾ പഞ്ചസാര മാത്രം ലൈഫിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾ 2-3 മാസങ്ങൾ കൊണ്ട് നിങ്ങളെ ഭാരം 2-3-4 കിലോ ഈ പഞ്ചസാര മാത്രം ഉപയോഗിച്ച് തന്നെ കുറയും. അപ്പോൾ ഈ പഞ്ചസാര എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുന്നുണ്ട്. പഞ്ചസാര എന്നുള്ളത് നിർബന്ധമായിട്ട് എന്താണ് ലൈഫിൽ നിന്ന് മാറ്റേണ്ടതാണ്. ഘട്ടം ഘട്ടമായിട്ട് ലൈഫിൽ നിന്ന് അത് 100% മാറ്റിയെടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതശൈലി രോഗത്തിൽ നമുക്ക് ഘട്ടം ഘട്ടമായി മാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പിന്നെ മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ സാമൂഹിക സാമ്പത്തിക രംഗത്തുള്ള പ്രശ്നം. സ്ത്രീകൾക്ക് പൊതുവെ പുരുഷന്മാരുടെ പോലത്തെ എല്ലാ ഒരു സാഹചര്യങ്ങളും എക്സസൈസുമായി ബന്ധപ്പെട്ട് ഇവിടെ കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാടുകളിൽ വൈകുന്നേരങ്ങളിലൊക്കെ സ്പോർട്സിൽ ഗ്രൗണ്ടുകളിൽ കളിക്കുന്നുണ്ട്, ബോയ്സ് കളിക്കുന്നുണ്ട്, ഗേൾസ് കളിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? മാറേണ്ടതുണ്ട്. അത് മാറും. ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ മാറേണ്ടി വരും. കാരണം സ്ത്രീ പുരുഷത്തിന് അവർക്കുള്ള സ്വാതന്ത്ര്യം ഘട്ടമായിട്ട് സ്ത്രീകൾ കൊടുക്കേണ്ടതുണ്ട്. അവർക്കും തന്നെ, സ്ത്രീകൾക്കും തന്നെ എന്ത് ചെയ്യുക, ഒരു പൊതു നിരത്തുകളിൽ ഓടാനും ഗ്രൗണ്ടുകൾ ഉപയോഗിക്കാനും ഒരു സാഹചര്യം, അതൊരു പ്രത്യേക കെട്ട്, എവിടെ ഒരു കെട്ട് കാണുന്നുണ്ട്. അതായത് സാമൂഹിക, നമ്മൾ ഏത് മതസ്ഥരാണെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹിക സ്ഥിതിയിൽ കുറച്ചുകൂടി നമ്മളൊന്ന് ഉയർന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് മാറേണ്ടതുണ്ട്. അവർക്ക് കൂടി എന്ത് ചെയ്യുക, ഒന്ന് എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യങ്ങളും അവർക്കൊന്ന് മനസ്സിന് റിലാക്സ് ചെയ്യാനുള്ള സ്ഥലങ്ങളും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർക്കുകൾ, ഈ പാർക്കുകൾ വലിയ ശാസ്ത്രീയതയാണ്. കാരണം നമുക്ക് വീടിനുള്ളിൽ ഒരു അസ്വസ്ഥത തോന്നുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പോയി ഇരിക്കുക, ഒന്ന് റിലാക്സ് ആയി സംസാരിക്കുക, ഒന്ന് പുറത്ത് പോയി ഒന്ന് കറങ്ങി വരിക. അതിനൊക്കെ ഒരു സൗകര്യം നമ്മുടെ നാടുകളിൽ ആണായാലും പെണ്ണായാലും അതിന് അത്യാവശ്യമാണ്. ഇത്തരം പ്രശ്നങ്ങൾ കാരണം പല ആളുകളും വീട്ടിൽ ഇങ്ങനെ അടങ്ങിയിരുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾ വീട്ടിൽ അടങ്ങിയിരുന്നിട്ട് ഈ വീടിൻ്റെ ഒരു അസ്വസ്ഥതയെ കൊണ്ട് ഇങ്ങനെ ഘട്ടം ഘട്ടം ഒരു പൊണ്ണത്തടിയിലേക്ക് അവർ മാറുന്നുണ്ട്. പിന്നെ മറ്റൊരു കാരണമാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മൾ സ്കൂളിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ നമ്മൾ പഠിച്ചു എന്നല്ലാതെ നമ്മൾ എന്ത് കഴിക്കണം, നമ്മൾ ഹെൽത്തി ഫുഡുകൾ ഏതാണ്, ഏതൊക്കെ ഫുഡ് നമ്മൾ കഴിക്കേണ്ടത്, ഏതൊക്കെ ഫുഡ് ഇത്ര കലോറി ഫുഡ് അടങ്ങി, അങ്ങനത്തെ ഐഡിയകളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അതുപോലത്തെ ഇതിൽ പ്രധാന കാരണം എന്താ വെച്ചാൽ എന്തായാലും ഹെൽത്ത്, എന്ത് ഭക്ഷണം കഴിക്കണം എന്നതിനെ കുറിച്ചൊരു ധാരണ ഇപ്പോഴും നമ്മൾ വിദ്യാഭ്യാസ സിലബസുകൾ ഉൾപ്പെടുത്തിയില്ല. നമ്മൾ എന്തൊക്കെയോ പഠിച്ചു ഡിഗ്രി തലം പറഞ്ഞ് PG കഴിഞ്ഞ ആളുകളോടും നമുക്ക് ഹെൽത്തി ഫുഡ് അത് ചോദിച്ചാൽ പറയാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ നമ്മളെ വിദ്യാഭ്യാസ രീതിയിലേക്ക് ഇനി ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഹെൽത്തി ഫുഡിനെ കുറിച്ചുള്ള ഐഡിയകൾ, എന്ത് കഴിക്കണം അതിനെക്കുറിച്ച് ധാരണ പുത്തൻ തലമുറ എന്നുള്ള ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ പൊണ്ണത്തടിയിലേക്ക് മാറാനൊരു പ്രധാന കാരണം നമുക്ക് ഹെൽത്തി ഫുഡ് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴും നമുക്കൊരു ഐഡിയ കിട്ടിയില്ല. അതും ഒരു ഘട്ടം ഘട്ടമായിട്ട് നമ്മൾക്ക് തടി കൂടാനൊരു കാരണം ആണ്. പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഈ തടി കൂടാനൊരു കാരണം പല രോഗങ്ങളുമായി ബന്ധിപ്പിച്ച് നിരന്തരം ഗുളിക കഴിക്കുന്ന ആളുകളുണ്ടായി. ഇപ്പോൾ ഷുഗറുമായി ബന്ധപ്പെട്ട ഗുളിക നിരന്തരം കഴിച്ചാലും ഘട്ടം ഘട്ടമായിട്ട് തടി കൂടാൻ സാധ്യത. അതുപോലെ തന്നെ മാനസിക രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചില മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം ചില ആളുകൾ ഘട്ടം ഘട്ടമായിട്ട് പൊണ്ണത്തടി മാറാനുള്ള കാരണമാകുന്നുണ്ട്. പിന്നെ പൊതുവെ സ്ത്രീകളിലേക്ക് ഈ പൊണ്ണത്തടി കൂടുതൽ കാണുന്നത് അവർ ഈ പീരിയഡ്സ് നിൽക്കുന്ന കാലഘട്ടം, അതായത് ഒരു 45-55 ഇടയിൽ സ്ത്രീകൾ പൊതുവെ അവർ ആർത്തവം പൊതുവെ നിൽക്കാറുണ്ട്. അത് പ്രകൃതിയുടെ സംവിധാനം തന്നെ, സയൻസ് തന്നെ അങ്ങനെയാണതിൽ. പക്ഷേ ഈ സമയത്ത് അവർ ശാരീരികമായി ചില ഹോർമോൺ ചേഞ്ചസ് അവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ടോട്ടൽ മെറ്റബോളിസം, ടോട്ടൽ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ ഒന്ന് സ്ലോ ആയി കാണുന്നുണ്ട്. അപ്പോൾ ഈ മെറ്റബോളിസം, ഈ ശരീരത്തിൻ്റെ ടോട്ടൽ പ്രവർത്തനം സ്ലോ ആയി വരുന്ന സമയത്ത് ഒരു ഘട്ടം ഘട്ടമായിട്ട് ഒരു പൊണ്ണത്തടിയിലേക്ക് മാറുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഇത്തരം സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് മെനോപോസ് എന്നൊരു പ്രകൃതി നിയമമാണ്. ഇത് ഈ കാലഘട്ടത്തിൽ കൺട്രോൾ ചെയ്ത് ഭക്ഷണം കഴിക്കുക, വെള്ളം നല്ലോണം കുടിക്കുക, നല്ല ഒരു ദിവസം 1/2 മണിക്കൂർ കൂടുതൽ നല്ല എക്സസൈസ് ചെയ്യുക, നല്ല മാനസിക ഉല്ലാസം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്താൽ ഘട്ടം ഘട്ടമായി നിങ്ങൾ പൊണ്ണത്തടി നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ മെനോപോസിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് ഒരു വിവരം കിട്ടാത്ത, ശാസ്ത്രീയമായിട്ട് അറിവില്ലാത്ത പല സ്ത്രീകളും ഘട്ടം ഘട്ടമായിട്ട് പൊണ്ണത്തടിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്തത് എങ്ങനെ തടി കൂടുന്നതാണ്. പക്ഷെ നമ്മൾ മെലിയാൻ എന്ത് ചെയ്യണം? മെലിയാൻ വളരെ സിമ്പിളാണ്. അത് ഒന്നും മനസ്സ് വെച്ചാൽ മതി. അകത്തേക്കുള്ള ഭക്ഷണം കുറക്കുക, പട്ടിണി കിടക്കുകയല്ല, നമ്മൾ പാകത്തിന് ഭക്ഷണം കഴിക്കുക. പിന്നെ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ഒരു ദിവസം 1/2 മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ ശരീരം അറിഞ്ഞുകൊണ്ട് എൻജോയ് ചെയ്ത് എക്സസൈസ് ചെയ്യുക. പിന്നെ വേണ്ടത് നല്ല വെള്ളം കുടിക്കുക. പിന്നെ മാനസിക സംഘർഷങ്ങളൊക്കെ ഒഴിവാക്കുക, നല്ല രീതിയിൽ ഉറങ്ങുക. ഈ 4-5 കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് വരുമ്പോൾ അതിൽ പ്രത്യേകിച്ച് എക്സസൈസ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യുക. ഞാൻ പറഞ്ഞ ഒരാഴ്ചയിൽ ഒരു 5 ദിവസം എക്സസൈസ് ചെയ്യുക, 1/2 മണിക്കൂർ വെച്ച്. ഇങ്ങനെ എക്സസൈസ് ചെയ്യുക എത്ര കാലം ചെയ്യുന്ന പറഞ്ഞാൽ മരണം വരെ നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ എന്നും നല്ല എനർജറ്റിക് ആയിരിക്കും, നല്ല ചുറുചുറുക്കോടെ നിങ്ങൾ ജീവിക്കാൻ സാധിക്കും.
ഇങ്ങനെ ആരോഗ്യകരമായ കാര്യങ്ങളെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി നാളെ കാണാം. ഓക്കെ, താങ്ക്